ഇഷ്ടമില്ലാത്തവർ തന്മുൻപിൽ ഇഷ്ടത്തോടെ ചെല്ലുമ്പോൾ ഇഷ്ടക്കേടാം മുഖം മറച്ചവർ ഇഷ്ടം അഭിനയിക്കുന്നു. ഇത് ലോകത്തിൻ്റെ ഒരു തത്വമെന്നാണ് ഒരു കവി പാടിയിരിക്കുന്നത്. ജീവിതം പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാതെ നാം ഒരാളുടെ അടുത്ത് ചെന്നാൽ, നമ്മളെ ഇഷ്ടമല്ലെങ്കിൽ അവരുടെ ആ മുഖം മറച്ചുള്ള അഭിനയര് ഒരു വ്യത്യസ്ത നിലയിലാണ്. അതിര് വിട്ട് നമ്മൾ അതുകൊണ്ട് ആരെയും സ്നേഹിക്കരുത്. അമിതമായി ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കരുത്. വെറുതെ ഒത്തിരി വാശി പിടിക്കരുത്. ആരെയും അധികമായി ആശ്രയിക്കരുത്. സത്യം പറഞ്ഞാൽ ആരെയും ഒത്തിരി പരിധി വിട്ട് വിശ്വസിക്കരുത്. ഓർക്കുക, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ തനിച്ചാണെന്നൊരിക്കലും മറക്കരുത്. ആർക്കു വേണ്ടി എന്ത് ചെയ്താലും നാം സ്വയം മറന്നു പോകരുത്. അർഹതയില്ലെന്ന് തോന്നിയാൽ പിന്നെ പിടിച്ചു നിൽക്കരുത്. കാരണം ആരും ആർക്കും സ്വന്തമല്ലെന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ കയ്യിലുള്ള അമൂല്യമായ വജ്രമാണ് നമ്മുടെ ജീവിതമെന്നും ചുറ്റും പ്രകാശം പരത്താനുള്ള മനസ്സ് എനിക്കുണ്ട് എന്നും ഏതവസ്ഥയിലും ചിന്തിച്ചാലും സുഖകരമാക്കാം നമ്മുടെ ജീവിതം എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ സന്തോഷത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും. ഏത് വേദനയിലും ഏത് വലിയ തടസ്സങ്ങളിലും പുഞ്ചിരിയോടെ അതിനെ നേരിടുവാൻ നാം പഠിച്ചിരിക്കണം. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ നയിക്കുമ്പോഴാണ് ഓരോ മനുഷ്യനും സത്യത്തിൽ വജ്രങ്ങളെപ്പോലെ ആയിത്തീരുന്നത്. ശത്രു നമ്മുടെ ദൗർബല്യങ്ങളിൽ വീണ്ടും വീണ്ടും അടിച്ച് നമ്മളെ തകർക്കുമ്പോൾ നമ്മൾ ശത്രുവിൻ്റെ ബലം എന്താണോ ആ ബലത്തിൽ പ്രഹരിച്ചു വേണം ധീരതയോടെ നാം വിജയിക്കുവാൻ. നോക്കൂ, ഉയർന്നു പൊങ്ങുന്ന തിരമാലകളെയും വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനെയും ശാന്തമാക്കി തരാനല്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരുമശിഷ്യനായ പത്രോസ് യേശുക്രിസ്തുവിനോട് പറഞ്ഞത്. അതിന് മുകളിലൂടെ എനിക്ക് നടക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. കർത്താവ് പത്രോസിൻ്റെ ആവശ്യത്തെ നിറവേറ്റി കൊടുത്തു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഏത് പ്രതികൂലങ്ങൾ ചുറ്റിലുമുണ്ടെങ്കിലും അതൊന്നും നിങ്ങളെ മുക്കിക്കളയാതെ അതിൻ്റെ മുകളിലൂടെ നടന്ന് പോകുവാനുള്ള കൃപയ്ക്കായി യേശുവിനോട് പ്രാർത്ഥിക്കാം. മുക്കിക്കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ വന്ന ഏതിൻ്റെയും മുകളിലൂടെ നീ നടക്കുന്നത് അനേകർ കാണട്ടെ. അതിനുവേണ്ടി സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്നാൽ കൂടെ നടക്കുന്നവരെക്കുറിച്ച് ഒരു വാക്ക് മാത്രം ചിന്തിക്കുക. കൂടെ നിൽക്കുന്ന ആരും കൂടെ നടന്ന് ആരെയും വഞ്ചിക്കരുത്. അഗാധ ഗർത്തത്തിലേക്ക് താഴുന്ന ആ പത്രോസിനെ പോലും കർത്താവ് താൻ കരം കൊടുത്ത് ഉയർത്തിയതുപോലെ വീണുപോകിയാൽ താണുപോകാതെ ആ തിരമാലകളാകുന്ന പ്രശ്നങ്ങളിലൂടെ സർവശക്തനായ ദൈവം നിങ്ങളെ നടത്തും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക.
ഏതുവിധ തകർച്ചയുമായിക്കൊള്ളട്ടെ, പണിതെടുക്കുന്ന ഒരു കർത്താവുണ്ട്. അത് കുടുംബജീവിതമാണോ, അത് വ്യക്തിപരമായ ജീവിതമാണോ, സാമൂഹ്യമായ ജീവിതമാണോ, അത് ഒഫീഷ്യലായിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ, നിന്നെ തകർത്ത് കളയുവാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. ആ തകർക്കുന്നവരുടെ മുൻപിൽ നിങ്ങളെ ജയോത്സവമായി ദൈവം നടത്തും. ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ ഏറെ മനസ്സിലാക്കിയവരാണല്ലോ നിങ്ങൾ. അപ്രകാരം മുന്നേറുക, ദൈവകൃപയിൽ ആശ്രയിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.